Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. A shield of courage. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നരേഷൻ പോലെയുള്ള പാരഗ്രാഫ് റൈറ്റിംഗ് പോലെയുള്ള ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഈ ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന്റെ കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ സമ്മറിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് മുത്തുമണികളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. നമ്മൾ തുടങ്ങുകയാണ്. ഷീൽഡ് ഓഫ് കറേജ്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏതായാലും തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ ഭയങ്കര ഐക്കോണിക് സാധനം കേട്ടോ. നമ്മുടെ ഷീൽഡ് ഓഫ് കറേജിൽ നമ്മുടെ പിന്നെ നീർജയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇന്ത്യ, നീർജ ബാനോട്ടിന്റെ. ഓക്കെ, നമുക്ക് നോക്കാം. ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീർജ ബാനോട്ടിന് എന്ത് കിട്ടുന്നു? നമ്മുടെ നീർജ ബാനോട്ട്സ് വാസ് അവാർഡ് കിട്ടി. എന്തിന്റെ അവാർഡാണ് മുത്തുമണികളെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? അവാർഡ് കിട്ടിയത് എന്താ വെച്ചാൽ അവാർഡ് ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ബ്രേവറി അവാർഡ്. ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു സമാധാനത്തിന്റെ ഒരു അവാർഡാണ്. ആക്ച്വലി ഗാലൻട്രി അവാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രേവറി അവാർഡ്, ധൈര്യത്തിനുള്ള അവാർഡാണ് കിട്ടിയുള്ളത്, ഗാലൻട്രി അല്ല. ഓക്കെ, ദ അശോക ചക്ര. ഏതാ മോനെ? അശോക ചക്ര അവാർഡാണ്. ആൻഡ് ഇൻ 1987 1987 കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇറ്റ് വാസ് റിസീവ്ഡ് ബൈ ഹർ മദർ. അമ്മയാണ് ഈ അവാർഡ് സ്വീകരിച്ചത്. ഇത് എക്സാക്ട് ഫോട്ടോ അല്ല കേട്ടോ, ഇത് AI ആണ്. നീർജ ബാനോട്ടിന് അശോക ചക്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മയാണ് സ്വീകരിച്ചത്. വൈ അമ്മ? എന്തുകൊണ്ട് അമ്മ സ്വീകരിച്ചു? ഡ്യൂറിങ് ദ റിപ്പബ്ലിക് ഡേ സെറിമണി. റിപ്പബ്ലിക് ഡേന്റെ അന്ന് ആ ഒരു പരേഡിന് ശേഷം അല്ലെങ്കിൽ പരേഡിന്റെ ആ ദിവസമായിരിക്കും അമ്മക്ക് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആസ് എ ട്രിബ്യൂട്ട് ടു നീരജ സുപ്രീം കറേജ്. നീരജയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ മിക്കവാറും നമുക്ക് ഗസ് ചെയ്യാം. അപ്പോൾ നീരജ എവിടെ ഇല്ല. നീരജ ആ ധൈര്യം കാണിച്ച് ആ പാവപ്പെട്ട നീരജ, നമ്മുടെ മുത്തുമണി നീരജ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. എന്തിനാണ് ഈ ഒരു ഹയസ്റ്റ് പീസ് ടൈം ബ്രേവറി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നോക്കാതോ. ഏർലി ലൈഫ് ആൻഡ് കരിയർ. ആരായിരുന്നു നീരജ? AI ഇമേജ് ആണ്, റിയൽ ഇമേജ് അല്ല. യെസ്, നീരജ വാസ് ബോൺ ഇൻ 1963 ഛത്തീസ്ഗഡിൽ ജനിച്ചിട്ടുള്ള ഒരു വനിതയാണ്. ആൻഡ് ഷി ഗ്രൂ അപ്പ് ഇൻ ലവിങ് ഫാമിലി. ഫാമിലിയോട് ഭയങ്കര ഇഷ്ടമുള്ള അതായിട്ടാണ്, ഫാമിലിയുമായിട്ട് ഭയങ്കര ബോണ്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ്, ഒരു വനിതയായിട്ടാണ് അവൾ ജനിച്ചിട്ടായിരുന്നത്. സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. ആദ്യം ഒരു മോഡലൊക്കെ ആയിട്ടാണ് അവളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലേറ്റർ ജോയിൻഡ് പാൻ ആം എയർവേസ്. പാൻ ആം എന്ന് പറയുന്ന ഒരു എന്താണ് എയർലൈൻസ് കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തു ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിട്ട്. ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആദ്യം മോഡലായി, പിന്നെ ഫ്ലൈറ്റ് അറ്റൻഡന്റ്. ഓക്കെ, ഷീ വാസ് admired for her confidence and dedication. അവളുടെ കോൺഫിഡൻസും അവളുടെ ഡെഡിക്കേഷനും, ഈ ഒരു ജോലിയോടുള്ള, ഈ ഒരു പ്രൊഫഷനോടുള്ള അവളുടെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ അവളുടെ കോൺഫിഡൻസും ഒക്കെ എന്തായിരുന്നു? അവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ അത്രയും പ്രൊഫഷണലി അത്രയും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അവൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. ദ ഹൈജാക്കിംഗ് ഓഫ് പാൻ ആം ഫ്ലൈറ്റ് 73. ഇതൊരു കുറച്ച് ഭീകരവാദികൾ, ഇമേജ് കുറച്ച് ബ്ലറായി പോയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഈ കുറച്ച് ഭീകരവാദികൾ കൂടിയിട്ട് ഈ ഫ്ലൈറ്റ് അങ്ങോട്ട് ഹൈജാക്ക് ചെയ്തു. അവിടെയൊക്കെ ഫ്ലൈറ്റിൽ കയറി കൂടിയിട്ട് അവിടെ ഹോസ്റ്റേജസിനെ വെച്ചിട്ട് അവർ എന്താക്കി, അവരെ കുറച്ച് ആവശ്യങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളെ കുറച്ച് തീവ്രവാദികളായിട്ടുള്ള ഒരാളുണ്ട് അമേരിക്കയിൽ നിന്ന്, അങ്ങനെ കിട്ടിയാലും മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, ഈ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ഇവിടെ നിന്ന് ആക്ച്വലി അമേരിക്കയ്ക്ക് പോകുന്ന അമേരിക്കക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഈ ഒരു ഫ്ലൈറ്റിലുണ്ട്. അവരെ വിട്ട് തരണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ടെററിസ്റ്റിനെ നമുക്ക് എന്താക്കണം, അവിടെ നിന്ന് വിട്ട് കിട്ടണം എന്നുള്ള ആ വാദവുമായിട്ട് എന്താക്കാണ്, ഹൈജാക്ക് ചെയ്തു. ഫ്ലൈറ്റ് ഇങ്ങോട്ട് കീഴടക്കി. ഓൺ 5th September 1986 സെപ്റ്റംബർ 5 ദ ഫ്ലൈറ്റ് വാസ് ഹൈജാക്ക്ഡ് ഇൻ കറാച്ചി. എവിടെ വെച്ചിട്ടാ? കറാച്ചിയിൽ വെച്ചിട്ട്. ഹൈജാക്കേഴ്സ് ഹെൽഡ് ദ പാസഞ്ചേഴ്സ് ഹോസ്റ്റേജ് ഫോർ 70 hours. 17 മണിക്കൂറോളം ഈ ഫ്ലൈറ്റിൽ ഈ ഒരു യാത്രക്കാരെ മൊത്തം ഹോസ്റ്റേജസ് ആക്കി നിർത്തുകയാണ് അല്ലേ. അവരെ മുന്നിൽ നിർത്തിയിട്ട് അവരെ പിടിച്ചു വെക്കാണ്, ബന്ദിയാക്കി. ആൻഡ് ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് പ്രിസണർ. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവിടെ ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്, അവരെ വിട്ടുകിട്ടണം. അതാണ് അവരുടെ ഡിമാൻഡ്. ദ സിറ്റുവേഷൻ വാസ് എക്സ്ട്രീംലി ടെൻസ് ആൻഡ് ഡേഞ്ചറസ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്, ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ. എന്നിട്ട് അവിടെയാണ് നമ്മുടെ നീരജ ബാനോട്ടിന്റെ എന്താണ് നീർജാസ് ബ്രേവറി ഡ്യൂറിങ് ദ ക്രൈസിസ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ നീർജ ബാനോട്ടിന്റെ ആ ഒരു കറേജും ബ്രേവറിയും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിക്കോ, നീർജ ഹിഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ് ടു സേവ് ദം. ഇവിടെ ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്ത ആരാ?
ടാർഗറ്റ് ചെയ്ത് ആരാണ്? അമേരിക്കൻ പാസഞ്ചേഴ്സിനെ. കാരണം എന്താ? അമേരിക്കൻ പാസഞ്ചേഴ്സിന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അവര് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത് അവർ ചെയ്തത്. അപ്പോൾ അമേരിക്കൻ പാസഞ്ചേഴ്സ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാണ്. അപ്പോൾ നീരജ് എൻ്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? അമേരിക്കൻ പാസഞ്ചേഴ്സിന്റെ പാസ്പോർട്ടൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചു, അവർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആരാന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഓക്കെ, അവരെ ഹൈഡ് ചെയ്ത് വെച്ചു. ആൻഡ് ഷീ ഗൈഡഡ് മെനി പാസഞ്ചേഴ്സ് ടു സേഫ്റ്റി ത്രൂ ദ എമർജൻസി എക്സിറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. ആ എമർജൻസി എക്സിറ്റിലൂടെ പല പാസഞ്ചേഴ്സിനെയും അവൾ എന്താക്കി? ഇതിലൂടെ രക്ഷിച്ചു. പെട്ടെന്ന് എമർജൻസി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഫ്ലൈറ്റിന് തീ പിടിക്കുക, അല്ലെങ്കിൽ കടലിലൊക്കെ ഇറക്കേണ്ടി വരിക, അങ്ങനെ സിറ്റുവേഷനിലാണ് ഈ ഒരു എക്സിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എമർജൻസി എക്സിറ്റ്. അത് സെറ്റാക്കിയിട്ട് അതിലൂടെ കുറേ പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തി. ആൻഡ് സ്റ്റേഡ് ബാക്ക് ടു ഹെൽപ്പ് അതേഴ്സ് എസ്കേപ്പ്. ആണെങ്കിൽ അതിലൂടെ ആർക്ക് രക്ഷപ്പെടാം? നമ്മുടെ നീരജയ്ക്ക് രക്ഷപ്പെടാം. പക്ഷെ അവർ രക്ഷപ്പെട്ടോ? ഇല്ല. ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷീ സ്റ്റേഡ് ദേർ. അവൾ അവിടെ തന്നെ നിന്നു. ഇതൊന്നും ടെററിസ്റ്റ് കാണുന്നില്ല. ആൻഡ് ഹെർ സുപ്രീം സാക്രിഫൈസ്, അവളുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സാക്രിഫൈസ്. എങ്ങനെ വൈൽ ഹെൽപ്പിംഗ് ദ പാസഞ്ചേഴ്സ് ഇവാക്യുവേറ്റ്. ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി പാസഞ്ചേഴ്സിനെ സഹായിക്കുന്നതിനിടയിൽ നീരജ ഷീൽഡഡ് 3 children ഫ്രം ബുള്ളറ്റ്സ് ആൻഡ് വാസ് ഷോട്ട്. 3 കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിരുന്നു കേട്ടോ. ഈ ഒരു ആക്ച്വലി ഇറ്റ്സ് എ ഫിലിം, ഒരു ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊരു പിക്ചറാണ്. 3 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, 3 കുട്ടികളെ സംരക്ഷിക്കാൻ, അവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ടെററിസ്റ്റ് വെടിവെച്ചു അല്ലേ. ആ 3 കുട്ടികൾക്ക് വെടികൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് നിന്നു നമ്മുടെ നീരജ ബാനോട്ട്. എന്നിട്ട് പാവം നീരജക്ക് വെടിയേറ്റു. പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ലേറ്റർ റെസ്ക്യൂ ദ ഹോസ്റ്റേജസ്. അവിടുത്തെ പാകിസ്ഥാൻ കറാച്ചിയിലാണ് ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഹൈജാക്ക് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്താക്കി, അതായത് ആർമി ടീം വന്നിട്ട് ഇവരെ റെസ്ക്യൂ ചെയ്തു, ഹോസ്റ്റേജിനൊക്കെ വിട്ടുകൊടുത്തു, സെറ്റാക്കി. ഓക്കെ, ഏതായാലും ഗ്ലോബൽ റെക്കഗ്നിഷൻ, ആ ഒരു ബ്രൈവറിക്ക് ആഗോളതലത്തിൽ അവൾക്ക് അംഗീകാരം ലഭിച്ചു. നീരജാസ് ഹീറോയിസം വാസ് ഹോണേർഡ് ഇന്റർനാഷണലി വിത്ത് അവാർഡ്സ് ഫ്രം ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്ക, പാകിസ്ഥാൻ, ഇന്ത്യ, ഇവരെല്ലാവരും അവാർഡൊക്കെ കൊടുത്തിട്ട് ലെവൽ മാറി അവളുടെ. ആൻഡ് ഹെർ ബ്രേവറി ലെഡ് ടു ഇംപ്രൂവ്മെന്റ്സ് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി. ഏവിയേഷൻ സെക്യൂരിറ്റിയിലുള്ള പഴുത് ഉപയോഗിച്ചിട്ടാണ് ഈ ടെററിസ്റ്റുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ഫ്ലൈറ്റ് കടന്നത്. അവിടെ കുറച്ചുകൂടി ശക്തമായി. ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകണം, എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും. അതിന് കാരണം ആരാണ്? നമ്മുടെ ബ്രേവ് നീരജ ബാനോട്ടിന്റെ ആ ഒരു ബ്രേവറിയും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ ഇൻസിഡന്റ് ആണ് അതിന് കാരണം. ഓക്കെ, ഗ്ലോബൽ അറ്റൻഷൻ കിട്ടി. ആൻഡ് ഫൈനലി നോക്കിക്കോ, ലെഗസി ആൻഡ് ഇൻസ്പിറേഷൻ. അത് കാരണം ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ജനങ്ങൾക്ക് നൽകാനായി നീരജ ബാനോട്ട് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ ആൻഡ് ലെഗസി. അവരുടെ ആ ഒരു പാരമ്പര്യം കാര്യങ്ങളും നിലനിർത്താൻ വേണ്ടി അവർ ചെയ്തെന്താ പറയുക, ഫാമിലി ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ ബാക്കി പറയാണ്. ആൻഡ് ഹെർ ഫാമിലി ക്രിയേറ്റഡ് ദ നീരജ ബാനോട്ട് സ്പാനം ട്രസ്റ്റ്. ഒരു ട്രസ്റ്റ് തന്നെ അങ്ങോട്ട് എന്താക്കി രൂപീകരിച്ചു. ഒരു എന്താ പറയുക, പിന്നെ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ട്രസ്റ്റ്. ഓക്കെ, ഒരു കോർപ്പറേഷൻ ടു ഓണർ വുമൺ ഫൈറ്റിംഗ് സോഷ്യൽ ഇൻജസ്റ്റിസ്. സമൂഹത്തിലുണ്ടാവുന്ന അനീതിക്കെതിരെ പോരാടുന്ന സ്ത്രീകൾക്ക് അവർക്ക് സഹായം നൽകുന്ന ഒരു ട്രസ്റ്റ് തന്നെ ആരംഭിച്ചു. ആൻഡ് ബ്രേവ് എയർലൈൻ ക്രൂ മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ എയർലൈൻ ഉണ്ടാവുന്ന ഇഷ്യൂസിലൊക്കെ വളരെ ധൈര്യത്തോട്ട് മുന്നോട്ട് വരുന്ന ആ ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെയും അതുപോലെ തന്നെ ആ ക്രൂ മെമ്പേഴ്സിനൊക്കെ അവാർഡ് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പണം പൈസ കൊടുക്കുക, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള അവരെ ആദരിക്കുന്ന ഒരു ട്രസ്റ്റ് തന്നെ എന്താക്കി രൂപീകരിച്ച് കഴിഞ്ഞു അവരുടെ ഫാമിലി. ആൻഡ് ദ 2016 ഫിലിം നീരജ എന്നറിയപ്പെടുന്ന, നീരജ എന്ന പേരിൽ ഒരു ഫിലിം തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓൾസോ സെലിബ്രേറ്റഡ് ഹെർ ലൈഫ് ആൻഡ് സാക്രിഫൈസ്. അവരുടെ ആ ഒരു സാക്രിഫൈസും അവരുടെ ലൈഫൊക്കെ എന്താക്കി ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഇതുപോലെ ഈ ഒരു കുഞ്ഞു വീഡിയോ പോലെ ഏത് ചാപ്റ്ററാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ എക്സാക്ട് 9th സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണല്ലോ. അപ്പോൾ ആ ചാപ്റ്റർ സെറ്റ് ആക്കണ്ടേ. അപ്പോൾ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്, ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Until then, it's a bye. It's me, JD. You can call me Jamshad, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ബൈ, ലവ് യു ഓൾ.